ഹലോ. അതെ, കുറച്ചായല്ലേ നമ്മൾ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചിട്ട്. നല്ല തിരക്കായിപ്പോയി കേട്ടോ. തിരക്കിൻ്റെ വിശേഷങ്ങളും നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ജോ ബേബി ആയിട്ടുള്ള ഫസ്റ്റ് ബീച്ച് ഡേറ്റിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ. നമ്മളെല്ലാവരും കൂടി ഭയങ്കര ലേസി ആയിട്ടിരിക്കുന്നൊരു ദിവസമായിരുന്നു. പെട്ടെന്നാണ് ഒന്ന് ഔട്ടിങ് ആയാലോ എന്ന് പ്ലാൻ ചെയ്തത്. അങ്ങനെ എല്ലാവരും ഷടപടേന്ന് റെഡിയായിട്ട് ഇറങ്ങി. ജോ ബേബി ആ ടൈമിലുള്ളൊരു ചെറിയ നാപ്പ് എടുത്തുകൊണ്ട് അവൻ നല്ല ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഫേസ് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ഇവൻ പുറത്തു പോകുമ്പോഴുള്ള ഒരു ബേസിക് എക്സ്പ്രഷനാണ് ഇത്. എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, എന്നാൽ ആ ഇച്ചിരി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടേയിരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വൈകിട്ടായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുമ്പോൾ ബീച്ചിൽ ഇറങ്ങി കുളിച്ച് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ബട്ട് അവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആകുമെന്നുള്ള കൺസേൺസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. വണ്ടിയിൽ പാട്ടൊക്കെ കേട്ട് ജോ ഒന്ന് ഇറങ്ങി എണീറ്റപ്പോഴേക്കും നമ്മൾ ബീച്ചെത്തി. നമ്മൾ നേരെ പോയത് മംസാർ ബീച്ചിലേക്കാണ് കേട്ടോ. നമ്മൾ ഈവനിങ് ആയി എത്തിയപ്പോൾ അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ കൺസേൺസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ബിക്കോസ് ഇവിടെ പല ബീച്ചുകൾക്കും പല ടൈമിംഗ് ആണ് കേട്ടോ. ചില ബീച്ചുകളിൽ രാത്രി ചെന്നാലും നമുക്ക് ഇറങ്ങാൻ പറ്റും, പക്ഷേ ചിലയിടത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ബീച്ചിലെത്തിയതും കുളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർഡായിട്ട് ഓടിച്ചാടി ഇറങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇറങ്ങാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെയും ബാഗ് നോക്കിയിട്ട് കരയിൽ തന്നെ ഇരിക്കുക ചെയ്തത്. നമ്മുടെ മൗഗ്ലിക്കുട്ടിയാട്ടെ ബീച്ചിലെ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും എന്ന് വിചാരിച്ച എനിക്ക് തെറ്റി. ഞാൻ നോയിക്ക് കളിച്ച് ചിരിച്ച് ഫുൾ എനർജറ്റിക് ആയിട്ടാണ് ആൾ എൻജോയ് ചെയ്തത്. നല്ല വിശപ്പായിട്ടാണ് കേട്ടോ ബീച്ചിൽ നിന്ന് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നേരെ വിട്ടത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വിശന്നാൽ നമ്മളെല്ലാണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ടാവാം ഇനി എന്തെങ്കിലും എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ബിസി സ്കെഡ്യൂളിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന കുറച്ച് ട്രിപ്സൊക്കെ നമ്മുടെ മൂഡ് തന്നെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വിശേഷങ്ങളായി കാണാം. അതുവരയ്ക്കും ബൈ ബൈ.